ഈ വാക്കുകൾ കേൾക്കുമ്പോഴേ അറിയാലേ ആ വീടിൻ്റെ ഒരു അവസ്ഥ. അവിടുത്തെ ഗൃഹനാഥൻ സയ്യിദ് അഹമ്മദ് അബ്ദുൽ ഗവാദ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം മാത്രം മതി ആ വീടിനെ മുഴുവൻ ഒരു നിഴലുപോലെ മൂടാൻ. ഓരോ ചലനവും ശ്രദ്ധിക്കപ്പെടും, പറയുന്ന ഓരോ വാക്കും അളന്നു തൂക്കി വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരേ ഒരു വികാരം ഭയമായിരുന്നു. അപ്പോൾ ഈ സയ്യിദ് അഹമ്മദിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും രണ്ട് മുഖങ്ങളായിരുന്നു. ഒന്ന്, വീടിനുള്ളിലെ ആ ഏകാധിപതിയുടെ മുഖം. പിന്നെ പുറം ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൗഹൃദമൊക്കെയുള്ള ഒരു മനുഷ്യന്റെ മുഖം. ആ വീടിന്റെ പടിയൊന്നിറങ്ങുന്ന നിമിഷം അദ്ദേഹം വേറൊരാളായി മാറും. ഈ ഒരു ഇരട്ട ജീവിതം അത് തന്നെയായിരുന്നു ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും. ഒന്ന് ആലോചിച്ചു നോക്കൂ, വീടിനകത്താള് ഒരു ഭയങ്കര കർക്കശക്കാരനായ ഏകാധിപതി. പക്ഷെ കൈറോയിലെ തെരുവിലിറങ്ങിയാൽ ചിരിച്ചും തമാശ പറഞ്ഞു നടക്കുന്നൊരു സാധാരണക്കാരൻ. എന്തൊരു കാപട്യമാണല്ലേ അത്! സ്വന്തം കുടുംബത്തിന് കൊടുക്കാത്ത അല്ലെങ്കിൽ നിഷേധിച്ച ആ സ്വാതന്ത്ര്യം മുഴുവൻ അദ്ദേഹം പുറം ലോകത്ത് ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. ഈ ഒരു അടിച്ചമർത്തലിന്റെ നിഴലിൽ ജീവിക്കുന്നൊരു കുടുംബം. അവിടെ എല്ലാവർക്കും അവരവരുടെ റോളുകളുണ്ട്. അമ്മ അമീന, പിന്നെ മക്കളായ യാസിൻ, ഫഹ്മി, കമാൽ. എല്ലാവരും ആ വലിയ നിഴലിന്റെ താഴെ ശ്വാസം മുട്ടി ജീവിക്കായിരുന്നു. പുറത്തുനിന്ന് നോക്കുന്നൊരാൾക്ക് ചിലപ്പോ തോന്നും എല്ലാം ഓക്കെയാണെന്ന്, ഒരു കുഴപ്പവുമില്ലാത്ത കുടുംബമാണെന്ന്. പക്ഷെ സത്യത്തിൽ ആ കുടുംബമെന്ന കോട്ടയുടെ അടിത്തറ പതുക്കെ ഇളകിത്തുടങ്ങിയിരുന്നു. ചെറിയ ചെറിയ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. അതെ, ചില നിശബ്ദമായ എതിർപ്പുകൾ ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അമ്മ അമീന, അവർക്കെന്തോ പന്തികേട് തോന്നിത്തുടങ്ങി. അവരുടെ ഉള്ളിലെ ആ പേടിയാണ് ഈ ചോദ്യമായി പുറത്തുവന്നത്. ഇത്രയും കാലം തുടർന്നുപോന്ന ആ കർശനമായ നിയമങ്ങൾക്കും ചിട്ടകൾക്കുമൊക്കെ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു. ഒരമ്മയുടെ ഉള്ളറിവ് പോലെ അവർക്കത് മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുവരെ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടമായിരുന്നു ആ വീട്. പക്ഷേ ഇപ്പോ എന്തോ ഒരു അദൃശ്യമായ ശക്തി ആ വീടിന്റെ ഓരോ കോണിലേക്കും ഇഴഞ്ഞു കയറുന്ന പോലെ. ഒരു വലിയ കൊടുങ്കാറ്റിനു മുമ്പുള്ള ഒരുതരം പേടിപ്പിക്കുന്ന നിശബ്ദതയില്ലേ, അതുപോലെയൊന്ന് ആ വീട്ടിൽ നിറഞ്ഞു തുടങ്ങി. അപ്പോ ആ വീട്ടിലെ ആ നിശബ്ദത ആദ്യമായിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നറിയോ? രണ്ടാമത്തെ മകൻ ഫഹ്മി. അവൻ ചിലതൊക്കെ രഹസ്യമായി വായിക്കാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ പുതിയ രാഷ്ട്രീയ ചിന്തകൾ വന്നു തുടങ്ങി. സ്വാഭാവികമായും അതൊക്കെ ആ വീടിന്റെ നിയമങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയായി മാറി. ഫഹീമയുടെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചുമുള്ള പുതിയ ആശയങ്ങൾ, മറുഭാഗത്തോ അച്ഛന്റെ അധികാരത്തിന് താഴെ ശ്വാസം മുട്ടി ജീവിക്കുന്ന യാഥാർത്ഥ്യം. ഈ 2 ലോകങ്ങൾക്കിടയിൽപ്പെട്ട് അവൻ ശരിക്കും ഞെരിഞ്ഞ മരുകയായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആ വീട്ടിലെ പ്രശ്നം വെറുമൊരു അച്ഛൻ മകൻ തർക്കം അല്ലാതായി മാറി. അത് 2 ലോകങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി. അതായത് അച്ഛന്റെ അച്ചടക്കവും നിയമങ്ങളും ഒരു വശത്ത്, മകന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം മറുവശത്ത്. ഇത് ശരിക്കും 2 തലമുറകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഈ സമയത്താണ് വീടിന് പുറത്ത് ഈജിപ്തിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. 1919 വിപ്ലവം ആളിക്കത്തുകയാണ്. സ്വാഭാവികമായും ഫഹ്മിയെയും ഈ വിപ്ലവം വല്ലാതെ ആകർഷിച്ചു. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലെ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആ വലിയ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ അവൻ ആഗ്രഹിച്ചു. ഇവിടെയാണ് അച്ഛനും മകളും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താ? കുടുംബത്തിലെ നിയമങ്ങളും ക്രമവുമാണ്. അത് തെറ്റാൻ പാടില്ല. പക്ഷെ മകനോ, അവൻ അതിനേക്കാളൊക്കെ വലുത് പുറത്തു നടക്കുന്ന അനീതിക്കെതിരെ പോരാടുക എന്നതായിരുന്നു. ആ ഒരു പോയിന്റിൽ വെച്ച് ഫഹ്മി ഒരു തീരുമാനമങ്ങെടുത്തു. താൻ ഈ വിപ്ലവത്തിന്റെ ഭാഗമാകുമെന്ന്. പിന്നൊരു മാറ്റമില്ലാത്ത തീരുമാനമായിരുന്നു അത്. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നതെന്ന്. അതോടെ കാര്യങ്ങളൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി. വീടിനുള്ളിലെ ആ സംഘർഷം മൂർച്ഛിച്ചു. ഒടുവിൽ അച്ഛനും മകനും നേർക്കുനേർ വരികയാണ്. ഒടുവിൽ ആ ഏറ്റുമുട്ടൽ നടന്നു. അച്ഛന്റെ അവസാനത്തെ കൽപ്പന. ആ വാക്കുകളിൽ ദേഷ്യം മാത്രമല്ല, താൻ കെട്ടിപ്പൊക്കിയ ലോകം കൈവിട്ടുപോകുമോ എന്ന ഭയവും നിസ്സഹായതയുമുണ്ടായിരുന്നു. പക്ഷെ ഫഹ്മി അച്ഛനെ ധിക്കരിക്കുകയാണ്. അവൻ വിപ്ലവത്തിന്റെ വഴി തന്നെ തെരഞ്ഞെടുത്തു. അവനെ സംബന്ധിച്ച് കുടുംബത്തോടുള്ള കടമയേക്കാൾ വലുതായിരിക്കുന്നു രാജ്യത്തോടുള്ള കടമ. അതായിരുന്നു അവന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ ഫലം അത് വളരെ പെട്ടെന്നായിരുന്നു, വളരെ ദുരന്തപൂർണവും. തെരുവിൽ ഒരു പ്രതിഷേധം, ഒരൊറ്റ വെടിയൊച്ച. അതോടെ ആ വീടിന്റെ എല്ലാ പ്രതീക്ഷകളും തീർന്നു. 1. വിപ്ലവത്തിന് നഷ്ടപ്പെട്ട മക്കളുടെ എണ്ണം. ആ ഒരൊറ്റ സംഖ്യ മതി ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. എല്ലാം തകർന്നുപോയി. എനിക്കിത് ചെയ്യണമായിരുന്നു അച്ഛാ. ഇതായിരുന്നു ഫഹ്മിയുടെ അവസാന വാക്കുകൾ. അതൊരു ന്യായീകരണം പോലെയും ഒരു ക്ഷമാപണം പോലെയുമുണ്ട്, അല്ലേ? അച്ഛനോടുള്ള അവന്റെ അവസാനത്തെ വാക്ക്.
അപ്പോൾ ആ വലിയ കൊടുങ്കാറ്റൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കിയുള്ളത്? തകർന്നടിഞ്ഞ ആ ലോകത്തിന്റെ ബാക്കി പത്രങ്ങൾക്കിടയിൽ ആ കുടുംബം എങ്ങനെയാണ് ഇനി മുന്നോട്ടു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ആ വീട്ടില് സമാധാനമല്ല, ഒരുതരം ശൂന്യതയാണ്. ഭയത്തിന്റെ സ്ഥാനത്തിപ്പോൾ ആ ശൂന്യതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ഗൃഹനാഥനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ട് സ്വന്തം മകനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ആ തിരിച്ചറിവിൽ അദ്ദേഹം ശരിക്കും തകർന്നുപോയി. അദ്ദേഹം എപ്പോഴും വലിച്ചുകൊണ്ടിരുന്ന ആ ഹുക്ക, അത് തണുത്തുറഞ്ഞിരിക്കുന്നത് കാണാം. അത് വെറുമൊരു ഹുക്കയല്ല, അത് അദ്ദേഹത്തിന്റെ അണഞ്ഞുപോയ അദ്ദേഹത്തിന്റെ തന്നെ ആത്മാവിന്റെ ഒരു പ്രതീകമായി മാറുകയാണ്. ഈയൊരു ദുരന്തം ആ കുടുംബത്തിലെ ഓരോരുത്തരെയും തകർത്തു കളഞ്ഞു. അമ്മ ഓർമ്മകളിലും പ്രാർത്ഥനകളിലും അഭയം തേടി. മൂത്ത മകനാണെങ്കിൽ അനിയനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധത്തിൽ നീറി. ഇളയ മകൻ അവനൊന്നും മനസ്സിലാകുന്നില്ല. ഈ കഥയൊന്ന് എഴുതിവെക്കാൻ ശ്രമിക്കുകയാണവൻ. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആ ദുഃഖത്തെ നേരിടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം ഈയൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയാവുന്നത്. ഒരു കുടുംബം ഒരു കോട്ട പോലെയാണെങ്കിൽ ആ കോട്ട തകർന്നാൽ പിന്നെ എന്തിനെയാണ് നമ്മൾ സംരക്ഷിക്കുക? എന്നാണ് പിന്നെ ബാക്കിയുണ്ടാവുക? ഇത് വെറുമൊരു കഥയുടെ അവസാനമല്ല. ഈ നോവൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്.